വെറുതെ ഇരിക്കുന്ന പൈസയുണ്ടോ ബാങ്ക് അക്കൗണ്ടിൽ? ഓഹരി വിപണിയിൽ നിന്ന് പണമുണ്ടാക്കാൻ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ? വിപണിയുടെ ചാഞ്ചാട്ടത്തെ നേരിടാനുള്ള ധൈര്യവും താല്പര്യവും ഉണ്ടെങ്കിൽ IPO ഒന്ന് പരീക്ഷിച്ചു നോക്കാം. കമ്പനികൾ ആദ്യമായി ഓഹരി പൊതുവിപണിയിൽ വിറ്റഴിച്ച് മൂലധനം സമാഹരിക്കുന്നതിനെയാണ് പ്രഥമ ഓഹരി വിൽപ്പന അഥവാ IPO എന്ന് പറയുന്നത്. ഓഹരി വിപണി കുതിക്കുന്ന ഇക്കാലത്ത് IPOകളുടെയും കാലമാണ്. എല്ലാ ആഴ്ചയിലും നിരവധി IPOകൾക്ക് സെബി അനുമതി നൽകുന്നു. IPക്ക് അപേക്ഷിച്ചവർക്കെല്ലാം ഓഹരി കിട്ടണമെന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. 10 മുതൽ 100 മടങ്ങിലധികമാണ് പല പ്രമുഖ IPOയ്ക്ക് അപേക്ഷ ലഭിക്കാറുള്ളത്. അപ്പോൾ കിട്ടാനുള്ള സാധ്യതയും 100-ൽ 1 മാത്രമാണെന്ന് അറിയാമല്ലോ. അപേക്ഷിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ ഫണ്ട് ബ്ലോക്കായി കിടക്കും എന്നതൊഴിച്ചാൽ അപേക്ഷിച്ച് കിട്ടിയില്ലെങ്കിലും സാമ്പത്തിക നഷ്ടം ഒന്നുമില്ല. നമുക്ക് ഓഹരി അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് ദിവസം അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരും. ഇല്ലെങ്കിൽ ബ്ലോക്കായി കിടന്ന് അത് മുഴുവൻ തുകയും റിലീസായി കിട്ടും. ഏതാനും ദിവസം കൊണ്ട് ഈ നടപടിക്രമം പൂർത്തിയാകും. ലിസ്റ്റിംഗ് നേട്ടമാണ് IPOകളുടെ പ്രധാന ആകർഷണം. കഴിഞ്ഞ ആഴ്ച ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ IPO ലിസ്റ്റ് ചെയ്തത് 114% പ്രീമിയത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ IPO ചരിത്രമെടുത്താൽ 90%-ൽ അധികവും പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ ഒരു വിപണിയിലെത്തിയ ആദ്യ ദിവസം തന്നെ ലഭിക്കും എന്നാണ് ഇതിനർത്ഥം. അത് ചിലപ്പോൾ ഇരട്ടിയിലധികമാകാം. വിരലിലെണ്ണാവുന്നവ മാത്രമാണ് നിക്ഷേപകർക്ക് നഷ്ടം വരുത്തിയത്. ഭാവി സാധ്യതയുള്ള നല്ല ബിസിനസ് മോഡലും വിശ്വാസ്യതയുള്ള ബ്രാൻഡുമാണെങ്കിൽ അത്യാവശ്യം നല്ല തുക പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. കമ്പനി ഫണ്ടമെന്റൽ പരിശോധന ഇന്ന് എളുപ്പമാണ്. മുൻകാല ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പറയുന്നത്. എല്ലാ IPOകളും വലിയ ലാഭം നേടിത്തരുമെന്ന് ഇതിന് അർത്ഥമില്ല. കമ്പനിയുടെ ഫണ്ടമെന്റൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്തെ വിപണി സാഹചര്യം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ സ്വാധീനിക്കപ്പെടുമെന്ന് അറിയുക. റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ ശേഷി കൂടി പരിഗണിച്ചാകണം ഏതൊരു നിക്ഷേപവും. ഓഹരി വിപണിയിലെ ലിസ്റ്റിംഗിൽ നേട്ടമുണ്ടാക്കിയ സമീപകാല IPOകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. PN ഗാഡ്ഗിൽ ജുവലേഴ്സ് 73.8% നേട്ടം കൈവരിച്ചത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആകട്ടെ 114.3%. BSNL ഇ സർവീസ് 128.9%. പ്രീമിയർ എനർജി 120.2% നേട്ടം എന്നിങ്ങനെയാണ് കൈവരിച്ചത്. ഉടൻ വരാൻ പോകുന്ന IPOകൾ ഹുണ്ടായി, ബോട്ട്, മൊബിക്വിക്ക്, സ്നാപ്ഡീൽ, സ്വിഗ്ഗി എന്നിവയാണ്.